ജമ്മുകാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ് അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഭീകരർ ശ്രീനഗറും ഗന്ദർബലും ലക്ഷ്യമിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം. കശ്മീർ മേഖലയിൽ നിരവധി റോഡുകൾ അടച്ചു. വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സേനകളുടെയും മേധാവികൾ പങ്കെടുക്കുന്ന യോഗം നടക്കുന്നു. ജമ്മു കശ്മീരിൽ നന്ദഗോപൻ നേരത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ സുരക്ഷാ മുന്നറിയിപ്പ് മാത്രമല്ല, ജാഗ്രതയിൽ ആണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനിൽ നമ്പ്യാർ, ജമ്മു കാശ്മീർ അതീവ സുരക്ഷയിലൂടെയാണ് ഈ മണിക്കൂറുകൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്, മിലിറ്ററി ഇൻ്റലിജൻസിനാണേലും IBക്കാണേലും വിവരം ലഭിച്ചത് ISI ഭീകരർ ഇവിടേക്ക് ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിർത്തി മേഖലയിൽ കാര്യമായ രീതിയിൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ IB അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല, ശ്രീനഗറും ഗന്ദർബലും ഭീകരർ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് പ്രധാനമായും IB ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിലുടനീളം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തന്ത്രപ്രധാന സ്ഥലങ്ങൾ ആയിട്ടുള്ള സിവിൽ സ്റ്റേഷനുകൾ, കോടതികൾ, അതേപോലെ തന്നെ ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ട് അടക്കമുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സൈന്യത്തിൻ്റെ പെട്രോളിംഗ് നടപടികൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. CRPFും ഈ ഹൈവേയിലടക്കം കർശനമായ പരിശോധന നടത്തുകയാണ്. ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നു. അതിനൊപ്പം തന്നെ ഗ്രാമങ്ങളിലുടനീളം പരിശോധന കർശനമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പഹൽഗാം മേഖലയിൽ ആക്രമണം നടത്തിയ ഭീകരർ അവർ ഗ്രാമങ്ങളിൽ വന്ന് അഭയം പ്രാപിച്ചിരുന്നു. ഇത്തരം വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഈ ഭീകരവാദ വിരുദ്ധ സേനകൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും അവർ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഗ്രാമങ്ങളിൽ ഒരുപക്ഷെ ഭീകരവാദികൾ അഭയം പ്രാപിക്കാമെന്നുള്ളൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രാമങ്ങളിൽ കർശനമായ പരിശോധനയാണ്. മാത്രമല്ല, നഗരമേഖലയിലും കർശന പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങളടക്കം കർശനമായി പരിശോധിച്ച് വരികയാണ്. ഇതിനൊപ്പം തന്നെ സ്കൂളുകളിലും പ്രത്യേക പരിശോധനകൾ നടക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ IBയുടെ ഒക്കെ തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ, അതായത് സൈന്യത്തെയോ അല്ലെങ്കിൽ CRPFനോ കേന്ദ്രീകരിച്ചായിരിക്കില്ല ഇത്തരമൊരു ആക്രമണം നടത്തുക എന്നുള്ളതാണ്. പ്രധാനമായും സാധാരണക്കാരെ, അതായത് ഈ ബൈസൺ വാലിയിൽ നടന്ന രീതിയിൽ സമാനമായ രീതിയിൽ സാധാരണക്കാരെ ആയിരിക്കും ഇത്തരം ഭീകരവാദികൾ ആക്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാധാരണക്കാരെ കൂടുന്ന ഇടങ്ങൾ, തെരുവുകൾ, അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ കൂടുതലായിട്ടുള്ള മേഖലകൾ, മാർക്കറ്റുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് നിരീക്ഷണം കർശനമാക്കി. അതിന് അപ്പുറത്തേക്ക് കൂടുതൽ മേഖലകളിലേക്ക് പട്രോളിംഗ് വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിയന്ത്രണ രേഖയിലും കർശനമായ പരിശോധനയുണ്ട്. ഈ നിയന്ത്രണ രേഖയ്ക്കപ്പുറം ISI ഭീകരർ ഭാരതത്തിലേക്ക് കടന്ന് ഇത്തരം ഭീകരാക്രമണങ്ങൾ നടത്തുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ സ്ലീപ്പർ സെല്ലുകൾ വളരെ ആക്റ്റീവായി എന്നുള്ളതാണ് പ്രധാനമായും IB ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിലെ 48 ടൂറിസം കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടയ്ക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമായത്. മാത്രമല്ല, കാശ്മീരിലെ നിരവധി റോഡുകളും ഇതിനോടകം തന്നെ അടച്ചു. അങ്ങനെ കർശന സുരക്ഷയിലൂടെ, വളരെ കർശനമായ ഒരു സുരക്ഷയിലൂടെയാണ് ഇപ്പോൾ ഈ കാശ്മീരും ജമ്മു കാശ്മീർ ഉടനീളം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്പ്യാർ, ജമ്മുകാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ് അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാം എന്നാണ് മുന്നറിയിപ്പ്. കശ്മീരിൽ നിന്ന് തത്സമയം ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു.